രാജീവ് ചന്ദ്രശേഖർ എന്ന BJP പ്രസിഡന്റ് ആ വിഴിഞ്ഞത്തെ ഉദ്ഘാടന വേദിയിൽ കാണിച്ച ആ ഒരു അബദ്ധത്തെ ട്രോൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അദ്ദേഹത്തെ കളിയാക്കുന്നില്ല. അതിനകത്തൊരു കാരണമുണ്ട്. ഇത് ശരിക്കും BJPയിലെ അനൈക്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ജോക്കർ പണി കാണിക്കുമ്പോൾ, അതായത് സ്റ്റേജിൽ കയറി ഒറ്റയ്ക്ക് ഇരുന്ന് മൊബൈലും നോക്കി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത്രയും 1 മണിക്കൂർ കൂടുതൽ അവിടെ ഇരിക്കുമ്പോൾ ഇത് കാണിക്കുന്നത് അബദ്ധമാണെന്ന് അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് വിളിച്ചു പറയാനായിട്ട് ഈ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ ജോർജ് കുര്യനോ ആർക്കും തോന്നിയില്ലല്ലോ. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇവൻ കുറേ അനുഭവിക്കട്ടെ, ഇവൻ ഇമ്പോർട്ടൻറ്റ് പ്രസിഡന്റ് അല്ലേ, ഇവിടെ കിടക്കട്ടെ, കുറേ ട്രോൾ കൊള്ളട്ടെ എന്ന് കരുതി ഇവരെല്ലാം മിണ്ടാതിരുന്നതാണ്. ഒരു സഹകരണം ഇല്ലാത്ത പാർട്ടിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് താഴെ ഇടുകയാണ്. ക്രാപ്പ് സിൻഡ്രോം എന്ന് പറയുന്നതാണ് ഈ പാർട്ടിയിൽ മൊത്തം ഉള്ളത്. ഇതുകൊണ്ടാണ് കേരളത്തിലേക്ക് BJP മുകളിലേക്ക് പോകാത്തതും. ആര് മുകളിൽ പോയാലും വലിച്ച് താഴെ ഇടും. ഈ പ്രസിഡന്റ് ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖർ, ഇയാൾ ഇവിടെ ഹ്യൂമിലേറ്റഡ് ആയിട്ട് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവും.